Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാസ്റ്റ് അയണിന്റെ പാത്രങ്ങൾ അഥവാ ഇരുമ്പ് ചീനച്ചട്ടി മയക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വീട്ടിലെ കുക്കിംഗ് ആവശ്യത്തിനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് മയക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ടോ, ഈ ഒരു ചീനച്ചട്ടി ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ പറ്റുന്ന രീതിയിലുള്ള കറുത്ത പൊടി ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇത് നന്നായിട്ട് മയക്കിയെടുത്താൽ മാത്രമേ നമുക്കിതിൽ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കുക്കിംഗ് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഇരുമ്പ് ചീനച്ചട്ടികളോ അഥവാ മണ്ണിൻ്റെ പാത്രങ്ങളോ കൽച്ചട്ടികളോ ഒക്കെയാണ്. ഇരുമ്പ് ചീനച്ചട്ടി മയക്കെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വറുത്ത എണ്ണയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് പപ്പടം കാച്ചിയ എണ്ണയാണെങ്കിലും മതി. ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും പറ്റുന്ന രീതിയിൽ ഒരു ചകിരി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. ചകിരി തന്നെ വേണമെന്നില്ല കേട്ടോ, വാഴയുടെ ഒരു തണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എണ്ണ പറ്റുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടി മയക്കിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ഇരുമ്പ് പാത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഒട്ടേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന് അയൺ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. തലയിൽ തേക്കുന്ന എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ മീൻ വറക്കാൻ, മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് ഇരുമ്പ് ചീനച്ചട്ടി. ചീനച്ചട്ടിയുടെ അകഭാഗത്ത് നമ്മളിപ്പോൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയുടെ പുറത്തും ഇതുപോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കാം. ചീനച്ചട്ടിയുടെ അകത്തും പുറത്തും ഒരുപോലെ തന്നെ നമുക്ക് മയക്കിയെടുക്കണം. രണ്ട് ഭാഗത്തും നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. കുറച്ചധികം നേരം ചൂട് നിലനിർത്താനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാധിക്കും. ഇരുമ്പ് ചീനച്ചട്ടി മയക്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചീനച്ചട്ടി ഇതുപോലെ മയക്കെടുത്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചീനച്ചട്ടിയുടെ രണ്ട് ഭാഗത്തും നമ്മൾ എണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചീനച്ചട്ടി നന്നായിട്ട് ഒന്ന് ചൂടാക്കണം. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എണ്ണയോട് കൂടി തന്നെ ചീനച്ചട്ടി ഇരിക്കട്ടെ. പിറ്റേ ദിവസം നമുക്ക് ഈ എണ്ണ നന്നായിട്ട് ഒരു സ്ക്രബ് ഉപയോഗിച്ച് തേച്ച് ഉരച്ച് കഴുകി കളയണം. പ്രില്ലോ ഏതെങ്കിലും ഒരു ഡിഷ് വാഷോ ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് വച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി കളയണം. എന്നിട്ട് നമുക്ക് ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഇതേ രീതിയിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കണം. നന്നായിട്ട് ചൂടാക്കണം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം സ്ക്രബ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകി കളയണം. പിന്നെയും എണ്ണ തേച്ച് വെക്കണം. ഇതുപോലെ 5 ദിവസം നമ്മൾ ചെയ്യണം. ആ കറുത്ത നിറത്തിലുള്ള പൊടി മാറ്റി കിട്ടാനായിട്ട് ഇതുപോലെ എണ്ണ തേച്ച് വയ്ക്കുമ്പോൾ നമുക്ക് സാധിക്കും. അങ്ങനെ എണ്ണ തേച്ച് ചൂടാക്കി കഴുകിക്കളഞ്ഞ് പിന്നെയും എണ്ണ തേച്ച് ചൂടാക്കി കഴുകിക്കളഞ്ഞ് ഇതേ രീതിയിൽ 5 ദിവസം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസത്തിന് ശേഷം ചീനച്ചട്ടിയിൽ എണ്ണ തേച്ചിട്ട് കഞ്ഞിവെള്ളം നിറച്ച് വെക്കാം. ചോറുണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന കഞ്ഞിവെള്ളം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടിയുടെ മുകളിൽ എത്തുന്ന രീതിയിൽ വേണം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത്രയും കഞ്ഞിവെള്ളം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ച് 24 മണിക്കൂറിന് ശേഷം അത് കളഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാം. ഇങ്ങനെ മയക്കിയെടുക്കുന്ന സമയത്ത് ഓരോ ദിവസവും സ്ക്രബും പ്രില്ലും ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാൻസ് പോലെയല്ല, നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകി എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. നോൺ സ്റ്റിക്ക് പാൻസിൽ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇരുമ്പ് ചീനച്ചട്ടി തന്നെയാണ്. ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ലുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വേറൊരു കല്ലുണ്ട്. മീൻ വറക്കാനായിട്ട്, അപ്പം ഉണ്ടാക്കാനായിട്ട്, ഇതുപോലെ തോരൻ, മെഴുക്കുവരട്ടി എന്നിവ ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ ഓരോന്നിനും വെവ്വേറെ പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇരുമ്പിൻ്റെ പാത്രങ്ങൾ നമുക്ക് എളുപ്പം തന്നെ വാങ്ങാനായിട്ടും ലഭിക്കും. പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇരുമ്പ് ചീനച്ചട്ടിയിൽ പ്രിപ്പയർ ചെയ്ത ഫുഡിന് ഒരു കളർ ഡിഫറൻസും അതുപോലെ തന്നെ ടേസ്റ്റിന് ഡിഫറൻസും വരുന്നുണ്ടെന്നുള്ളത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് നമ്മുടെ ഡിഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേ ചീനച്ചട്ടിയിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഡിഫറൻസും അതുപോലെ തന്നെ കളർ ഡിഫറൻസും ഒക്കെ വരുന്നത്. കുറച്ചധികം നാൾ നമ്മൾ ചീനച്ചട്ടി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തേച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇരുമ്പ് പാത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.